സ്നേഹാമസാണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നമുക്ക് മലയാളത്തിൽ എങ്ങനെയാണ് ദിനങ്ങൾക്ക് പറയുന്നത് എന്ന് അറിയുന്നുണ്ടാവും, ഇംഗ്ലീഷിലും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷെ ഹിന്ദിയിൽ എങ്ങനെയാണ് മിസ്സേ നമ്മുടെ ദിനങ്ങൾക്ക് പറയുന്നത്? അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് ജോളി ജിങ്കാലയായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് പോകാം. ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ഇത് കൃത്യവും വ്യക്തമാവും കേട്ടോ. അപ്പം നോക്കിക്കോളാം, ദിനോക്കെ നാം അല്ലേ. ദിനോക്കെ നാം എന്ന് വെച്ചാൽ എന്താണ്? ദിനങ്ങളുടെ പേരല്ലേ. ദിവസത്തിന് നമ്മൾ ഹിന്ദിയിലും ദിൻ എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ്? ദിനോക്കെ നാം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ? ഏതൊക്കെയാണ് ആ 7 ദിവസങ്ങൾ? മക്കളൊന്ന് നോക്കിക്കേ. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ അല്ലേ. മക്കൾ ഉച്ചാരണങ്ങളും കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഉച്ചാരണങ്ങളും കൂടി ശരിയാക്കിയാൽ മാത്രമേ ഹിന്ദി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ മക്കൾ ഒന്ന് നോക്കാം, നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം കേട്ടോ. രവിവാർ അല്ലേ, ഞായറാഴ്ചക്ക് നമ്മൾ രവിവാർ എന്നാണ് പറയുന്നത്. മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, രവി എന്താണ്? രവി എന്ന് വെച്ചാൽ എന്താണ്? സണ്ണാണല്ലേ. എന്താണ്? സണ്ണാണ്. സണ്ണിന്റെ ഡേക്കാണ് നമ്മൾ സൺഡേ എന്ന് പറയുന്നത്. രവിയുടെ ആഴ്ചയ്ക്കാണ് നമ്മൾ രവിവാർ എന്ന് പറയുന്നത്. സണ്ണിന്റെ ആഴ്ചയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? രവിവാർ എന്ന് പറയുന്നത്. സൺഡേ, ഞായറാഴ്ച എന്ന് വെച്ചാൽ രവിവാർ ആണ്. അപ്പം മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മിസ്സേ അപ്പം വാർ എന്ന് വെച്ചാൽ ഡേ ആണോ? വാർ എന്ന് വെച്ചാൽ ഡേ അല്ല മക്കളെ. നോക്കിക്കേ, വാർ എന്ന് വെച്ചാൽ ആഴ്ചയാണ് കേട്ടോ, തെറ്റിപ്പോവരുതേ. ആഴ്ചയ്ക്കാണ് നമ്മൾ വാർ എന്ന് പറയുന്നത്. അതായത് വീക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ വാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞായറാഴ്ചക്ക്, സൺഡേക്ക് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ രവിവാർ എന്ന് പറയുന്നു. അപ്പൊ മിസ്സേ തിങ്കളാഴ്ചക്ക് എന്താ പറയുന്നത്? തിങ്കളാഴ്ചക്ക്, മൺഡേക്ക് നമ്മൾ സോമവാർ എന്നാണ് പറയുന്നത്. മക്കൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോമൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചന്ദ്രനാണ്, നമ്മുടെ മൂണാണ് അല്ലേ. തിങ്കൾ എന്ന് വെച്ചാൽ എന്താണ്? മൂൺ തന്നെയാണ് അല്ലേ. അപ്പൊ മൂണിന്റെ 2 പേരുകളാണ് എന്ത്? സോമൻ എന്ന് പറയുന്നതും തിങ്കൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മലയാളത്തിൽ തിങ്കളാഴ്ച എന്ന് പറയുന്നു, പിന്നെ ഇംഗ്ലീഷിൽ മൂണിന്റെ ഡേക്ക് നമ്മൾ മൺഡേ എന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ സോമവാർ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? സോമവാർ എന്ന് പറയുന്നു. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. രവിവാർ പഠിച്ചു, സോമവാർ പഠിച്ചു. അടുത്തത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയ്ക്ക് നമ്മൾ, ട്യൂസ്ഡേക്ക് നമ്മൾ മംഗൾവാർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളെ, എന്താണ്? മംഗൾവാർ എന്നാണ് പറയുന്നത്. ചൊവ്വയിലേക്ക് ഒരു സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഉപഗ്രഹം വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അതിന്റെ പേര്? നമ്മൾ ചൊവ്വയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മംഗൾയാൻ എന്നല്ലേ. മംഗൾയാൻ എന്നല്ലേ. അപ്പൊ ചൊവ്വയ്ക്ക് നമ്മൾ, ചൊവ്വയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് എന്ത്? മംഗൾ എന്ന് പറയുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? മംഗൾവാർ എന്ന് പറയുന്നു. കത്തിയില്ലേ? കത്തിയില്ലേ? അപ്പൊ ചൊവ്വാഴ്ചയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? മംഗൾവാർ എന്ന് പറയുന്നു. ട്യൂസ്ഡേക്ക് നമ്മൾ എന്ത് പറയുന്നു? മംഗൾവാർ എന്ന് പറയുന്നു. മറന്നു പോകരുത്. അടുത്ത നോക്കിക്കേ, ബുധനാഴ്ച. വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്ത്? ബുധനാഴ്ച എന്ന് പറയുന്നത്. കാരണം എന്താണ്? ബുധനാഴ്ചക്ക് ബുധവാർ എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്? ബുധനാഴ്ചക്ക് ബുധവാർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ എഴുതി പഠിച്ചോണേ മക്കള്. ബുധവാർ എന്നാണ് അല്ലേ പറയുന്നത്. വെനസ്ഡേക്ക് നമ്മൾ ബുധവാർ എന്നാണ് പറയുന്നത്. ബുധനാഴ്ചക്ക് നമ്മൾ ബുധവാർ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നോക്കിക്കേ, അടുത്തത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചക്ക് നമ്മൾ, തേഴ്സ്ഡേക്ക് നമ്മൾ ഗുരുവാർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഗുരുവാർ എന്നാണ്. ഗുരുവിനെയൊക്കെ ഒന്ന് ആലോചിക്കാൻ. എന്നിട്ട് എന്താണ്? ഗുരുവാർ എന്നാണ് പറയുക അല്ലേ. വ്യാഴാഴ്ചക്ക്, തേഴ്സ്ഡേക്ക് നമ്മൾ ഗുരുവാർ എന്ന് പറയുന്നു. ഓക്കെ, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്തത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചക്ക് നമ്മൾ, ഫ്രൈഡേക്ക് നമ്മൾ ശുക്രവാർ എന്ന് പറയുന്നു. മക്കള് വെള്ളി നക്ഷത്രം എന്ന് കേട്ടിട്ടുണ്ടോ? വെള്ളി നക്ഷത്രം എന്ന് പറയുന്നത് ആരെയാണ്? ശുക്രനെയാണ് അല്ലേ. ശുക്രനെയാണ് നമ്മൾ വെള്ളി നക്ഷത്രം എന്ന് പറയുന്നത്. വെള്ളിയുടെ ആഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ശുക്രന്റെ വാറിനാണ് എന്ത് പറയുന്നത്? ശുക്രവാർ എന്ന് പറയുന്നത് അല്ലേ. വെള്ളിയാഴ്ചക്ക് നമ്മൾ എന്ത് പറയുന്നു? ശുക്രവാർ എന്ന് പറയുന്നു. ഫ്രൈഡേക്ക് നമ്മൾ എന്ത് പറയുന്നു? ശുക്രവാർ എന്ന് പറയുന്നു. ഓക്കെ, സെറ്റ്, പഠിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആളാണ്, ശനിയാഴ്ചയാണ്. ശനിയാഴ്ചക്ക് നമ്മൾ എന്ത് പറയുന്നു? ശനിവാർ എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആണ് അല്ലേ. ശനിയാഴ്ചക്ക് നമ്മൾ എന്ത് പറയുന്നു? ശനിവാർ എന്ന് പറയുന്നു. ശനി പ്ലസ് വാർ അല്ലേ. വാർ എന്ന് വെച്ചാൽ ആഴ്ചയായിരുന്നു, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എന്താണ്? ശനിയാഴ്ചക്ക് നമ്മൾ ശനിവാർ എന്ന് പറയുന്നു. ഓക്കെ,
നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കാം. അപ്പോൾ സെറ്റായിട്ട് നമുക്ക് ഡേയ്സ് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഒന്നുകൂടി പറയുകയാണേ. രവിവാർ എന്ന് വെച്ചാൽ സൺഡേ ആണ്, സോമവാർ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ്, മംഗൾവാർ എന്ന് വെച്ചാൽ ചൊവ്വാഴ്ചയാണ്, ബുധവാർ എന്ന് വെച്ചാൽ ബുധനാഴ്ചയാണ്, ഗുരുവാർ എന്ന് വെച്ചാൽ വ്യാഴാഴ്ചയാണ്, ശുക്രവാർ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ്, ശനിവാർ എന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ്. 7 ദിവസങ്ങൾ നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കോണ്ടന്റുമായിട്ട് വരുന്നത് വരെ ബൈ.